നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. പഴയ ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള കരിങ്കൽ കെട്ടാണ് ഏതു നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ ബോഡിയും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP-ക്ക് സ്വീകരണവും തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ നടത്തി. പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. NCP ഇടുക്കി ജില്ലാ നേതൃത്വ ക്യാമ്പ് 13-ന് കോലാനിയിലുള്ള തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഞ്ഞിക്കുഴി SN സ്കൂളിൽ മെറിറ്റ് ഡേ ആചരിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ തൊടുപുഴ സബ് ജില്ലാതല ഉദ്ഘാടനവും വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനവും നടന്നു. ചലച്ചിത്ര താരം രമ്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. പഴയ ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള കരിങ്കൽ കെട്ടാണ് ഏതു നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത്. അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ തിരക്കേറിയ റോഡിലേക്കാകും കരിങ്കൽ ഭിത്തി പതിക്കുന്നത്. ഇത് വൻ അപകടങ്ങൾക്കും കാരണമാകും. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിന് സമീപമാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലുള്ളത്. പഴയ ജില്ലാ ആശുപത്രി മുറ്റവും കെട്ടിടവും സംരക്ഷിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് ഏതു നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യം മുതലാണ് കെട്ട് തള്ളി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്നു മുതൽ അധികൃതരെ സമീപിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്ന് ഇപ്പോൾ വലിയ അപകട ഭീഷണിയാണ് ഈ കരിങ്കൽ കെട്ട് ഉയർത്തുന്നത്. കരിങ്കൽ കെട്ട് ഇടിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഏക റോഡിലേക്കാവും പതിക്കുക. തിരക്കേറിയ റോഡിൽ കാൽനട യാത്രികരും വാഹനങ്ങളും ഏറെ ഉണ്ടാവും. രാത്രിയും പകലും തിരക്കേറിയ റോഡാണിത്. തന്നെയുമല്ല, കെട്ടിടിഞ്ഞാൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും. അടിയന്തരമായി തകർച്ച നേരിടുന്ന ഭാഗം പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇത് നൂറുകണക്കിന് രോഗികളും ഇവിടെ വരുന്ന കൂട്ടിരിപ്പുകാരും ഒക്കെ വരുന്ന ജില്ലാസ്ഥാനത്തെ മെഡിക്കൽ കോളേജാണ്. ഇത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴും. കാരണം ഒരു ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിക്കുന്ന അഴിമതി നിറഞ്ഞ് നിർമ്മിച്ച ഒരു കെട്ടായതുകൊണ്ടാണ് ഇതേപോലെ തള്ളിപ്പോകുന്നത്. ഇത് വേണ്ടപ്പെട്ട നടപടി ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഭാഗം ഉടൻ ഇത് ഇടിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും. ഉടനായിട്ട് നടപടി സ്വീകരിച്ച് ഇത് കെട്ടാനുള്ള സംവിധാനവും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ തൊടുപുഴ സബ് ജില്ലാതല ഉദ്ഘാടനവും വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനവും നടന്നു. ചലച്ചിത്ര താരം രമ്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ DEO ഷീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ വിവിഷ് V. റോൾഡന്റ്, പ്രിൻസിപ്പൽ സാജൻ മാത്യു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ തൊടുപുഴ സബ് ജില്ലാതല ഉദ്ഘാടനവും വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനവും വിവിധ പരിപാടികളോടെ നടത്തി. കുട്ടികൾ, അധ്യാപകർ, അനധ്യാപകർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചലച്ചിത്ര താരം രമ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നാടകം, ടാബ്ലോ, ഒപ്പന, തിരുവാതിര, ഫാൻസി ഡ്രസ്സ്, മോണാക്ട്, ഇത് ഇത്രയും എൻ്റെ കുത്തകയാണ്. ഞാൻ എല്ലാ പ്രാവശ്യത്തിനും ചേരും. മിക്കവാറും പ്രൈസും വാങ്ങിക്കും. ഇത് പഠിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എൻ്റെ ആഗ്രഹമാണ്. ഫ്രണ്ട്സ് തിരുവാതിര, ഒപ്പനയുടെ ഒക്കെ സ്റ്റെപ്പുകൾ അവരാണ് പഠിപ്പിക്കുന്നത്. നാടകം ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നത് കൊണ്ട് തന്നെ നാടകം വരുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രം എനിക്കുണ്ടാവും. പിന്നെ ഫാൻസി ഡ്രസ്സിന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കും. മോണാക്ടിന് എൻ്റെ ബ്രദറ്, അതിൻ്റെ കണ്ടന്റ് തരുന്നത് എൻ്റെ ബ്രദറായിരുന്നു. അങ്ങനെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് എൻ്റേത് മാത്രമല്ല, ഇവിടെയുള്ള അധ്യാപകർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും
സുവർണ കാലഘട്ടം എന്ന് പറയാം നമ്മുടെ സ്കൂൾ ജീവിതം. നിങ്ങൾ ആ ഒരു സമയത്തൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉറച്ചൊരു തീരുമാനം കൊണ്ട് എനിക്ക് ഇന്നതായി തീരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയാൽ ചിലപ്പം ഫെയിലേഴ്സ് ഉണ്ടാവും. ഒരു വട്ടം നോക്കാം, 2 വട്ടം, 3 വട്ടം. പക്ഷെ ഡോണ്ട് ഗീവ് അപ്പ്, വിട്ടുകൊടുക്കരുത്. നിങ്ങൾ അതിനെ ചേസ് ചെയ്ത് അതിന് പിന്നാലെ പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും. എന്ത് കാര്യത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും ഞാൻ ഇന്ന ആളായി തീരും, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് എപ്പോഴും ചിന്തിച്ചാൽ ഉറപ്പായും അത് നടക്കും. സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ DEO ഷീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ആദി ജോബിഷിന് ധീരതാ പുരസ്കാരം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മോളി ബൈജു, PTA പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധി എലിസബത്ത് സാജു എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈനി തോമസ് സ്വാഗതവും വിദ്യാരംഗം ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ വിവീഷ് വി റോൾഡന്റ് നന്ദിയും പറഞ്ഞു. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നേടിയവർക്കുള്ള സമ്മാനങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഏറെ സ്നേഹത്തോടെ സമ്മാന വിതരണം പ്രസംഗ മത്സരം വിഭാഗം അവിനാശ് പ്രോത്സാഹന സമ്മാനത്തിന് ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ ബോഡിയും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP സ്വീകരണവും തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ നടത്തി. പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, പോഷക സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമാർ, ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാർലമെന്റിൽ ശക്തമായ ശബ്ദമുയർത്തുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP പ്രസ്താവിച്ചു. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും കാർഷിക മേഖലയിലെ അരക്ഷിതാവസ്ഥയും കർഷകരെ ദോഷകരമായി ബാധിക്കുകയാണ്. വന്യജീവികളുടെ ആക്രമണങ്ങളും കൃഷിനാശവും ഇടുക്കി പോലുള്ള ജില്ലയിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. കേന്ദ്രത്തിന്റെ പുതിയ ഇറക്കുമതി നയം റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് സൃഷ്ടിക്കും. ഇക്കാര്യം ആദ്യാവസരത്തിൽ തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ വിജയിക്കുക എന്നുള്ളതല്ല. വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വേണ്ടി അവരുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ ആ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പൊ പുതിയൊരു പ്രശ്നം കൂടി വരികയാണ്. അതായത് DPP എന്ന് പറയും, ഡ്യൂട്ടി എൻടൈറ്റിൽമെന്റ് പാസ്ബുക്ക് എന്ന് പറയും. അതായത് ഡ്യൂട്ടി കൊടുക്കാതെ വിദേശത്ത് നിന്ന് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ, റബ്ബർ മാത്രമല്ല, നമ്മളുടെ ഈ സ്പൈസസ് എല്ലാം ഉണ്ട്.
സംസ്ഥാനം ഇന്ന് അസ്ഥിരതയുടെ പിടിയിലാണ്. സാമ്പത്തിക രംഗം തകർച്ചയിലായി. തൊഴിൽ ലഭിക്കാതെ യുവാക്കൾ നാടുവിടുന്നു. ഇതിനെല്ലാം പരിഹാരമുണ്ടാവണം. തൊഴിൽ മേഖലയും ഉൽപാദന മേഖലയും ശക്തമാക്കാൻ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട MK കണ്ണനും KSC സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺസ് ജോർജിനും ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് കഴിയും. പാർട്ടിക്ക് അംഗീകാരമായിരിക്കുന്നു. നമ്മളെ വിജയിപ്പിച്ച ഓട്ടോറിക്ഷ തന്നെ ചിഹ്നമായി കിട്ടണമെന്ന് ഹൈക്കോർ കമ്മിറ്റി തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എഴുതി കഴിഞ്ഞു. ചില മാറ്റങ്ങൾ വന്നു. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. മാണി ഗ്രൂപ്പിനെ LDFിൽ അവരെ ജയിപ്പിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഇടുക്കി ഉൾപ്പെടെ 15,000 വോട്ടിന് ഭൂരിപക്ഷമാണ് നമുക്ക് ലഭിച്ചത്. കർഷകരുടെ പ്രശ്നവും സാധാരണക്കാരുടെ പ്രശ്നവും ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ PC തോമസ്, ആന്റണി ആലഞ്ചേരി, തോമസ് പെരുമന, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഷീല സ്റ്റീഫൻ, ജോസി ജേക്കബ്, വർഗീസ് വെട്ടിയാങ്കൽ, M മോനിച്ചൻ, VA ഉലഹന്നാൻ, ജോജി എടപ്പള്ളിക്കുന്നിൽ, ജോയി കൊച്ചുകരോട്ട്, സിനു വാലുമ്മൽ, ലത്തീഫ് ഇല്ലിക്കൽ, സാബു വേങ്ങവേലി, KA പരീദ്, അഡ്വക്കേറ്റ് ഷൈൻ വടക്കേക്കര, ടോമിച്ചൻ മുണ്ടുപാലം, സണ്ണി കളപ്പുര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്ത് കൂറ്റൻപാറ അടർന്നു വീണു. ഡാമിന്റെ ഗേറ്റിന് സമീപത്ത് കുറുത്തിമലയിൽ നിന്നുമാണ് പുലർച്ചെ കൂറ്റൻപാറ അടർന്നു വീണത്. പാറ അടർന്നു വീണതിനെ തുടർന്ന് ഡാമിന്റെ പ്രവേശന കവാടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെയാണ് കുറുത്തിമലയിൽ നിന്നും കൂറ്റൻപാറ അടർന്നു വീണത്. ഡാമിന്റെ കിഴക്ക് ഭാഗത്തെ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് പതിച്ച പാറ പൊട്ടിത്തെറിച്ച് ഒരു ഭാഗം ഗേറ്റിന്റെ ഭിത്തിയിലിടിച്ച് താഴേക്ക് വീണു. പുലർച്ചെയായതിനാൽ സമീപത്ത് മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡാമിൽ സന്ദർശനമുള്ള സമയത്തും മറ്റു ദിവസങ്ങളിലും ദൂരെ നിന്നുള്ള സന്ദർശകരുടെയും KSEB ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പതിവായി ഇവിടെ കാണാറുണ്ട്. പാറ വീഴ്ച സമീപവാസികൾക്കും വലിയ ഭീഷണിയായിട്ടുണ്ട്. വെളുപ്പിനെ ഒരു 4:30-5 മണിക്ക് ശേഷമാണ് ഇത് സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ആ മുകളിലൊക്കെ ഒന്ന് പോയി നോക്കി, പറമ്പിലൊക്കെ പോയി നോക്കിയപ്പം അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ റോഡിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് പാറ മുകളിൽ നിന്ന് വന്നിട്ട് മൊത്തം പൊട്ടി തവിട് പിടിയായി കിടക്കുന്നത്. അപ്പം പകലൊക്കെ ആണെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡാം കാണാൻ ആൾക്കാർ വരുന്നുണ്ട്, വണ്ടികൾ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തി, അതെല്ലാം ഒരു പരിഹാരം പിന്നെ ആൾക്കാർ വന്ന് കാണാൻ നിൽക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ വന്ന് ഈ കല്ല് വീണുകൊണ്ട് ആൾക്കാർക്ക് പ്രശ്നമില്ലാതെ രാത്രിയിലായതുകൊണ്ട് ആൾക്കാർക്ക് പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നടന്നു. അതുപോലെ തന്നെ മുകളിലൊക്കെ കല്ലിൻ്റെ മുകളിൽ കല്ലുകൾ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ വീടുകളെല്ലാം കുഴപ്പത്തിലാണ് ഇരിക്കുന്നത്. അതിന് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തു നിന്നും ഇത് ഒരു മാറ്റം വരുത്തി തരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. സമീപത്ത് നിരവധി വീടുകളുണ്ട്. മുകൾ ഭാഗത്ത് അപകടകരമായ വിധത്തിൽ കൂടുതൽ പാറകളുണ്ടെന്നും ഇവ പൊട്ടിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ അധികൃതർ മുൻകൈയെടുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. NCP ഇടുക്കി ജില്ലാ നേതൃത്വ ക്യാമ്പ് 13-ന് ശനിയാഴ്ച കോലാനിയിലുള്ള തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ജബ്ബാർ നിർവഹിക്കും. NCPS-നെ LDFിൽ നിന്നും പുറത്താക്കണമെന്ന് വാർത്താ സമ്മേളനത്തിനിടെ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപിള്ളിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആദ്യമായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വരുമാന മാർഗം ഉറപ്പാക്കുന്നതിനായി NCP തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. തികച്ചും സൗജന്യമായി തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ സാധാരണക്കാർക്ക് നൽകുന്നത് വഴി അവരുടെ ജീവിത നിലവാരവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് പാർട്ടിക്കുള്ളത്. ഇത്തരം വിഷയങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പാർട്ടി പ്രവർത്തകരെ ബോധവൽക്കരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് പാർട്ടി ഇടുക്കി ജില്ലാ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 13-ന് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കോലാനിയിലുള്ള
തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം NCP ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിൽ അധ്യക്ഷനാകും. സമാപന സമ്മേളനം NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ജബ്ബാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഷംസുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറി സിയാദ് പറമ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM പൈലി, സംസ്ഥാന സമിതി അംഗം കുര്യാച്ചൻ കണ്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. PSC നിയമനത്തിൽ NCPS സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും കൂട്ടരും കോഴ വാങ്ങിയെന്ന് വ്യക്തമായ സ്ഥിതിക്ക് NCPSനെ LDFിൽ നിന്നും പുറത്താക്കി LDFിന്റെ അഴിമതിരഹിത പ്രതിച്ഛായ കാത്തു സംരക്ഷിക്കണമെന്ന് NCP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപന നയമായ അഴിമതിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇത്തരം അഴിമതി നടത്തിയെന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിജിലൻസ് ആദ്യം കേസെടുത്തിരുന്നു, അത് അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ശബ്ദരേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ശ്രീ AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഇതിൽ മനസ്സറിവുണ്ട് എന്നുള്ളതാണ് പാർട്ടി മനസ്സിലാക്കിയിട്ടുള്ളത്. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് AK ശശീന്ദ്രൻ തൽസ്ഥാനം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും NCPSനെ പുറത്താക്കണമെന്നും അത് മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്നാണ് NCPയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഷംസുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറി സിയാദ് പറമ്പിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബേബി വരിക്കമക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഞ്ഞിക്കുഴി SN സ്കൂളിൽ മെറിറ്റ് ഡേ ആചരിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി. SN ഹൈസ്കൂൾ, SN വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, SN ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്തു. നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിഷ്ണുപ്രദീപിന് തോന്നിയ സിവിൽ സർവീസ് എന്ന സ്വപ്നം അത് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാണ്, വിഷ്ണുപ്രദീപല്ല. വിഷ്ണുപ്രദീപിന് ആ ഒരു ആഗ്രഹം തോന്നി, ആ ലക്ഷ്യത്തിലേക്ക് എത്തണം തോന്നി. പക്ഷേ നമ്മളോട് പറ്റില്ല എന്നും നമ്മുടെ സ്വപ്നങ്ങൾ ഇതല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവർ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായി. ഇപ്പോഴും അത് നടന്നില്ലേ? നമ്മളോട് നമുക്ക് പറ്റില്ല എന്നും നമ്മുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവരാണ് ഷേപ്പ് ചെയ്യുക. എനിക്കൊന്ന് പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത്. കാരണം അവരുടെ സ്വപ്നങ്ങളെ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹം ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് ഇതൊക്കെ മാത്രമേ പാടുള്ളൂ, ഈ ഒരു ചട്ടക്കൂടുകൊണ്ട് മാത്രമേ എനിക്ക് പഠിക്കാൻ പാടുള്ളൂ, ഇതൊക്കെ മാത്രമേ എന്റെ സ്വപ്നങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങളെ വരെ ഡെസ്റ്റിനിയെ ഷേപ്പ് ചെയ്യുന്നത് പലപ്പോഴും മറ്റുള്ളവരാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് സ്വാഗതവും ബൈജു MB നന്ദിയും പറഞ്ഞു. SNDP തൊടുപുഴ യൂണിയൻ കൺവീനർ ഷിബു PT, PTA പ്രസിഡന്റ് മനേഷ് കുടിക്കയത്ത്, ചന്ദ്രൻകുട്ടി പൊങ്ങൻപാറയിൽ, കലേഷ് രാജു, മിനി ഗംഗാധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSS വിഭാഗത്തിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെയും വിമർശനവുമായി മുൻ MLA S രാജേന്ദ്രൻ രംഗത്ത്. സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി S രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത്. മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയും ബാങ്കിന് കീഴിലുള്ള നക്ഷത്ര ഹോട്ടലിനെയും സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ തള്ളി CPM ജില്ലാ നേതൃത്വവും ഒപ്പം ബാങ്ക് ഭരണസമിതിയും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെയും വിമർശനവുമായി മുൻ MLA S രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത്. 2020 തന്നെ ബാങ്കിനെ സംബന്ധിച്ച പരാതിയും കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്ന് S രാജേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയെ മുന്നിൽ നിർത്തി നടത്തുന്ന കച്ചവടത്തിന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് KV ശശിയെന്ന് S രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതാണ് അതിൻ്റെ ശരി. ക്രമക്കേടുകളെ സംബന്ധിച്ച് പിന്നീട് സെക്രട്ടേറിയറ്റ് മെമ്പറും ബാങ്ക് പ്രസിഡന്റുമായ KVCC പറയേണ്ടതില്ലായിരുന്നു. അതാണ് പാർട്ടിയുടെ പ്രൊട്ടക്ഷന് നല്ലത്. ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഒരു വസ്തുതയായ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ 2020 തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും കാര്യങ്ങളും
പാർട്ടിയെ ബോധ്യപ്പെടുത്തിയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ശശി എടുക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു KV ശശി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കരുത് എന്നാണ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം. കച്ചവടക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല. അതാണ് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോകുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അല്പസ്വല്പം ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടേ എങ്കിൽ പിന്നെ പാർട്ടിയെ സംരക്ഷിക്കാൻ, പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ. അത് ആക്ഷേപമാകാം, ആരോപണങ്ങളാകാം, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകാം, പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ മുൻ കളക്ടറായിരുന്ന ദിനേശൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹൈഡൽ ടൂറിസത്തിൽ ഈ ബാങ്കിൻ്റെ പൈസ യാതൊരുവിധ ലീഗൽ സപ്പോർട്ട് ഡോക്യുമെൻറ്റുകൾ ഇല്ലാതെയാണ് പണം പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കാൻ AR ആഫീസിന് റൈറ്റില്ല. ബോർഡ് മെമ്പറായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കാവുന്ന ആളുകൾ, അങ്ങനെ ആ നിലയ്ക്ക് പാർട്ടിയുടെ വിശ്വസ്തരായ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എസ്മോളുന്ന സഹാക്കൾ കുറച്ച് പേര് ബോർഡ് അംഗങ്ങളായിട്ടുണ്ടെന്നുള്ളതല്ലാതെ റിട്ടയർഡായ ബേബി പോളിനെ എന്തിനാ വീണ്ടും ഇപ്പോഴും ബാങ്കിൻ്റെ സെക്രട്ടറിയായി വന്ന റാണി ഇപ്പോൾ സെക്രട്ടറിയായി നിയമിക്കൂ. പക്ഷെ ചാർജ് കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഇത്രയും കാലമായിട്ടും അവർക്ക് ചാർജ് കൊടുത്തിട്ടില്ല. ക്രമക്കേടുകളെ ലഘൂകരിക്കുക, റെഗുലറൈസ് ചെയ്യുക എന്നുള്ള പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബേബി പോളിനെ അവിടെ നിലനിർത്തി. TNUവിൻ്റെ ആ ഹോട്ടൽ രജിസ്ട്രേഷൻ ദേവികുളത്ത് നടന്നില്ലല്ലോ. എന്തുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തൊടുപുഴയിൽ ചെന്ന്, തൊടുപുഴയിൽ ജില്ലാ രജിസ്ട്രാറുടെ മേശപ്പുറത്തായിരുന്നല്ലോ ഒരു കൊല്ലമായിട്ട് ഇതിൻ്റെ ഡോക്യുമെന്റുകളെല്ലാം. അതിനെ സംബന്ധിച്ച് പരിശോധിച്ച ആളുകൾ, ആ ഡോക്യുമെന്റെ സംബന്ധിച്ച്, ഹോട്ടലിന്റെ ഡോക്യുമെന്റുകളെ സംബന്ധിച്ച് പരിശോധിച്ചവർ ലീഗൽ സപ്പോർട്ട് ഇല്ല എന്ന് നോട്ടെഴുതി വെച്ചിരിക്കുവാണല്ലോ. ഇനി അത് ഒരു വശത്തിരിക്കെ രണ്ട് കാര്യങ്ങളായി. ഉദ്യോഗസ്ഥന്മാരെല്ലാം ഭരണസ്വാധീനത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ദിനേശൻ ഹൈഡൽ ടൂറിസത്തിൽ അനുവാദം എന്നല്ലേലും മൗന സമ്മതത്തോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തത്. അതിൻ്റെ മറവിലാണ് ബാങ്കിൻ്റെ പൈസ പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കാൻ എന്താണ് സപ്പോർട്ട് ഡോക്യുമെന്റ് ലീഗലായി ഉള്ളത് എന്ന് AR ആഫീസിൽ പരിശോധന നടത്തിയില്ല. TNUവും അതുപോലെ തന്നെ. കോടതിയിൽ ലേലത്തിൽ വെച്ചാൽ ഒരു 5-8 കോടി രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന് അതേ സമയത്ത് അതിനേക്കാൾ കൂടുതൽ റൂമുള്ളതും ടൗണിനകത്ത് ഉള്ളതുമായ ഇപ്പോഴത്തെ ബിഷപ്പ് ഹൗസായി മൂന്നാറിൽ RC ചർച്ചിലെ മാറിയിട്ടുള്ള ആ കെട്ടിടം, പീറ്റർ സാറുടെ കെട്ടിടം 4 കോടി രൂപയ്ക്ക് താഴെയേ ഉള്ളൂ കോടതി ലേലം വെച്ച് കൊടുത്തത്. ആ ജില്ലാ ബാങ്ക്, ഇടുക്കിയിലെ ജില്ലാ ബാങ്ക്, ഇന്നത്തെ കേരള ബാങ്ക് കോടതി ലേലം വെച്ചിരുന്നെങ്കിൽ ഈ ഹോട്ടൽ നമുക്കൊരു 5-ൻ്റെയോ 8-ൻ്റെയോ ഉള്ളിൽ നിർത്താവുന്നതേ ഉള്ളൂ. അപ്പം തോട്ടം തൊഴിലാളികളുടെ പൈസയിൽ വരുന്ന തുക കച്ചവടത്തിലേക്ക് എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റും ലീഗൽ സൈഡും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ TNU തോട്ടം തൊഴിലാളികളുടെ പണത്തിന്റെ വിഹിതം കച്ചവടത്തിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ നിയമവശങ്ങളും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി നടത്തിയതിന്റെ ഭാഗമാണ് ഇപ്പോൾ ബാങ്കിന് കീഴിലുള്ള ഹോട്ടലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള കാര്യങ്ങളെന്നും S. രാജേന്ദ്രനും വ്യക്തമാക്കി. 2020 മുതൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് താൻ നൽകിയിട്ടുള്ള പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പാർട്ടി നേതൃത്വം ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെന്നും S. രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സിന് മുന്നോടിയായി ജോഗോസ് ഒളിമ്പിക്കോസിന്റെ പേരിൽ ഒളിമ്പിക്സ് ദിനാചരണം നടത്തി. മാരത്തോണോടുകൂടി ആരംഭിച്ച ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ തോമസ് പുതുശ്ശേരി CMI ഫ്ലാഗ് ഓഫ് ചെയ്തു.
മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ ചേർന്ന് ജോഗോസ് ഒളിമ്പിക്കോസ് എന്ന പേരിൽ സെന്റ് ജോസഫ് അക്കാദമി ഗ്രൗണ്ടിൽ ഒളിമ്പിക്സ് ദിനാചരണം നടത്തി. മാരത്തോണോടുകൂടി ആരംഭിച്ച ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ തോമസ് പുതുശ്ശേരി CMI ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ കാഞ്ഞാർ, കുടയത്തൂർ, കൈപ്പ ജംഗ്ഷൻ വഴി സഞ്ചരിച്ച് സെന്റ് ജോസഫ് അക്കാദമിയിൽ തിരിച്ചെത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുന്നതാണ് അടിമാലിയിൽ ഇന്ന് നടന്ന 3 വീടുകളുടെ കട്ടളവെപ്പ് കർമ്മം. അടിമാലിയിലെ വ്യാപാരിയായ KN പ്രസാദും കുടുംബാംഗങ്ങളും 3 കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടളവെപ്പ് കർമ്മമാണ് മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്നതായി മാറിയത്. ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മത പുരോഹിതരുടെ കാർമ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടളവെപ്പ് കർമ്മം നടന്നത്. 20 ലക്ഷം രൂപ വീതം ചിലവഴിച്ചാണ് അടിമാലി സ്വദേശിയും വ്യാപാരിയുമായ KN പ്രസാദും കുടുംബാംഗങ്ങളും 3 നിർധന കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ച് നൽകുന്നത്. സ്ഥലം കണ്ടെത്തി വീടൊരുക്കി നൽകുകയാണ് ചെയ്തത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന കട്ടിളവെപ്പ് കർമ്മം മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുന്നത് കൂടിയായി. ഒരാശയം ഉദിച്ച് ആ ആശയം കൈവിടാതെ അത് പൂർണ്ണമായി അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് നടപ്പിലാക്കുകയാണ്. 3 ഭവനങ്ങൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക, കട്ടളവെപ്പ് തുടങ്ങി. ശ്രീ KN പ്രസാദ് അടിമാലിലെ പ്രമുഖനായിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനാണ്. ശ്രീ KN പ്രസാദിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളികളും ചേർന്നാണ് ഇന്ന് നമുക്ക് ഈ സുദിനത്തിന് തുടക്കം ഇവിടെ കുറിക്കുക. ഇത് 3 ഭവനമാണ് ഇവിടെ നിർമ്മിക്കുക. ആ 3 ഭവനത്തിലെ ഒന്ന് ഒരു ഹിന്ദു കുടുംബത്തിന് കൊടുക്കും, ഒന്ന് ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് കൊടുക്കുക, മറ്റൊന്ന് സെൻറ്റ് ജൂഡ് പള്ളിയിൽ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അതിൻ്റെ സെലക്ഷൻ അത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് മകളിർക്കും കമ്മിറ്റിക്കും അതിന് പള്ളിക്കും അമ്പലത്തിനൊക്കെ തന്നിരിക്കുക. അപ്പം അങ്ങനെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള 3 വ്യക്തികൾക്കാണ് നമ്മൾ ഈ ഭവനങ്ങൾ കൊടുക്കുന്നത്. അടിമാലി SNDP ശാഖായോഗം, അടിമാലി ടൗൺ ജുമാ മസ്ജിദ്, അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളി എന്നിവരാണ് അതാത് മതവിഭാഗങ്ങളിൽ നിന്നും വീടുകൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി നൽകിയിട്ടുള്ളത്. ഈ 3 മതവിഭാഗങ്ങളിലെയും പുരോഹിതരുടെ കാർമ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടളവയ്പ് കർമ്മം നടന്നത്. വീടിന്റെ കട്ടളവയ്പ് കർമ്മത്തിൽ അടിമാലിയിലെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു. വൈകാതെ 3 വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരണം സാധ്യമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി. മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ നേതൃത്വം. നക്ഷത്ര ഹോട്ടൽ മുമ്പ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ നിയമ സാഹചര്യങ്ങൾ മൂലമെന്നും സ്വകാര്യ വായ്പകൾ സംബന്ധിച്ചുയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും പാർട്ടി നേതൃത്വം മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തള്ളുകയാണ് CPM ജില്ലാ നേതൃത്വം. സഹകരണ പ്രസ്ഥാനങ്ങൾ ലാഭകരമായ മറ്റ് ബിസിനസ്സുകൾ ചെയ്തതിന്റെ ഭാഗമായാണ് നക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചത്. ഇത് ലാഭകരമാണ്. മറ്റാരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി പറഞ്ഞു. സെക്രട്ടറിയോ ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ വേണ്ട, നിങ്ങൾ രേഖ പരിശോധിച്ചാലും മതി. ആധാരം ഇതൊന്നും ഒളിച്ചു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ആധാരം ആരുടെ പേരിലാണ്? സാധാരണ നില ബാങ്കിൻ്റെ ആസ്തി മേടിക്കുന്നത് പ്രസിഡന്റിൻ്റെ സെക്രട്ടറിയുടെ പേരിലെ. അത് പ്രസിഡന്റ് മാറുമ്പോൾ സ്വാഭാവികമായി ബാങ്കിന് വേണ്ടി പ്രസിഡന്റ്, അല്ലെങ്കിൽ ബാങ്കിന് വേണ്ടി സെക്രട്ടറി, അതിങ്ങനെ കൈമാറിയെന്ന് പോകും. അല്ലാതെ വേറെ കമ്പനിയുടെ ഒന്നും പേരിലൊന്നും അങ്ങനെ വാങ്ങാൻ അനുമതി കിട്ടത്തില്ല, വാങ്ങാൻ പാടുമില്ല.
ഇതെല്ലാം രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് രേഖ പരിശോധിച്ചാൽ അറിയാം, വില്ലേജ് പോയി രേഖ പരിശോധിക്കാം, രജിസ്ട്രാറുടെ അടുത്തും പരിശോധിക്കാം. ഹോട്ടൽ മുമ്പ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ സഹകരണ നിയമപ്രകാരം മറ്റ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ അനുമതിയില്ലാത്തതിനാലാണ്. നിലവിൽ സാഹചര്യം മാറിയതിനാൽ ഉടമസ്ഥാവകാശം ബാങ്കിന് കീഴിലേക്ക് മാറ്റിയെന്നും KV ശശി വ്യക്തമാക്കി. ബാങ്കിൻ്റെ ഉടമസ്ഥതയിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. അത് റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ ആധാരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അന്വേഷിച്ച പോക്കുവരവ് ചെയ്തിരിക്കുന്നത്, പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഓണർ ആരാണ് എന്ന കാര്യങ്ങളെല്ലാം രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പിന് വേണ്ടി 100% ഷെയറും ബാങ്കിൻ്റെ ഒരു ഷെയർ പോലും പുറത്തില്ല. ഇതിൻ്റെ ഹോട്ടൽ നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കമ്പനി രൂപീകരിക്കാൻ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു നേരിട്ട് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഒന്ന് അന്വേഷിച്ചിട്ട് നിജസ്ഥിതി അന്വേഷിച്ചാൽ അതിനകത്ത് ഒരു മറയില്ലല്ലോ. നിജസ്ഥിതി അന്വേഷിച്ചിട്ട് കൊടുക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹകരണ മേഖല ഇപ്പോൾ ചില പ്രതിസന്ധി പ്രശ്നങ്ങളുള്ള ഇങ്ങനെ തെറ്റായ വാർത്ത കൊടുക്കുന്നത് ഒരു നല്ല രീതിയല്ല. പാർട്ടി അംഗങ്ങളെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ച് കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തന്നെ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. കൂടാതെ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. കലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തന്നെ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വേറിട്ട കാഴ്ചയായി. ടു ലീവ് നോ വൺ ബിഹൈൻഡ് എന്നതാണ് 2024 ജനസംഖ്യാ ദിന പ്രമേയം. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട നിർണായക വെല്ലുവിളികളിൽ അവബോധം വളർത്തുന്നതിനും കുടുംബാസൂത്രണം, ലിംഗസമത്വം, മനുഷ്യാവകാശം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി പ്രത്യേക ക്ലാസും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. സ്കൂളിലെ എക്കണോമിക്സ് അധ്യാപകൻ ജോർജ് ബിനു ക്ലാസുകൾ നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു, അധ്യാപകൻ വിവീഷ് റോൾഡന്റ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കല്ലാനിക്കൽ. ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ തടി കയറ്റി വന്ന വാഹനം മറിഞ്ഞു. ഒഴിവായത് വൻ ദുരന്തം. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് ഹൈറേഞ്ച് ഭാഗത്തു നിന്ന് യൂക്കാലിയുടെ തടി കയറ്റി വന്ന വലിയ ലോറി ബസ് സ്റ്റാൻഡിന് സമീപം മറിഞ്ഞത്. ആർക്കും പരിക്കുകളില്ല. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻപിൽ തടി കയറ്റി വന്ന വാഹനം മറിഞ്ഞു. ഒഴിവായത് വൻ ദുരന്തം. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് ഹൈറേഞ്ച് ഭാഗത്തു നിന്നും യൂക്കാലിയുടെ തടി കയറ്റി വന്ന വലിയ ലോറി ബസ് സ്റ്റാൻഡിന് സമീപം മറിഞ്ഞത്. ആർക്കും പരിക്കുകളില്ല. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് എതിർവശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗത തടസ്സം പരിഹരിച്ചു. കോതമംഗലം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. മറിഞ്ഞ ലോറിയിലെ തടികൾ മറ്റൊരു ലോറിയിലേക്ക് കയറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ച് വാഹനം മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നാരദർ തൊടുപുഴ എന്ന പേരിൽ കലാസാഹിത്യ രംഗത്ത് സജീവമായിരുന്ന മണക്കാട് എണാട്ടുപറമ്പിൽ K. വാസുദേവൻ നായർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം 13/7/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ. ജ്യോതി സൂപ്പർസ് ബസാറിൽ പ്രവർത്തിക്കുന്ന അമ്പിളി പൂജ സ്റ്റോറിന്റെ ഉടമയാണ്. ഭാര്യ ലക്ഷ്മിദേവി റിട്ടയർഡ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക. മക്കൾ തുളസി ജയപ്രകാശ്, അമ്പിളി മോഹൻ, ബിലുമോൻ. മരുമക്കൾ ജയപ്രകാശ്, മോഹൻകുമാർ, വിജിത. തൊടുപുഴയുടെ കവി കാരണവരെന്ന് വിളിക്കാവുന്ന നാരദർ തൊടുപുഴ യാത്രയായി. ദീർഘകാലം സരസൻ മാസികയിൽ നാരദർ എന്ന തൂലികാനാമത്തിലാണ് K. വാസുദേവൻ നായർ കവിതകൾ എഴുതിയിരുന്നത്.
തൊടുപുഴ സാഹിത്യവേദിയിലെ ആദ്യകാല അംഗമായിരുന്നു. ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തിക്കുന്ന അമ്പിളി പൂജാ സ്റ്റോർ ഉടമ കൂടിയായ മണക്കാട് എണാട്ടുപറമ്പിൽ കെ വാസുദേവൻ നായർ. സാഹിത്യവേദിയെ തൊടുപുഴയിൽ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ദീർഘകാലം കലാസാഹിത്യ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം സാഹിത്യ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ ശേഷമാണ് 93-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സംസ്കാരം 13/7/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ. ഭാര്യ ലക്ഷ്മിദേവി റിട്ടയർഡ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക. മക്കൾ തുളസി ജയപ്രകാശ്, അമ്പിളി മോഹൻ, ബിലുമോൻ. മരുമക്കൾ ജയപ്രകാശ്, മോഹൻകുമാർ, വിജിത. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. പഴയ ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള കരിങ്കൽ കെട്ടാണ് ഏത് നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ ബോഡിയും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP-ക്ക് സ്വീകരണവും തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ നടത്തി. പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. NCP ഇടുക്കി ജില്ലാ നേതൃത്വ ക്യാമ്പ് 13-ന് കോലാനിയിലുള്ള തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഞ്ഞിക്കുഴി SN സ്കൂളിൽ മെറിറ്റ് ഡേ ആചരിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ തൊടുപുഴ സബ് ജില്ലാതല ഉദ്ഘാടനവും വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനവും നടന്നു. ചലച്ചിത്ര താരം രമ്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.